ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ? ഞാനിന്നൊരു ഹെൽത്തി ഫംഗ്ഷന് പോകുമായിരുന്നു. ഞാൻ ആദ്യം ഈ ഒരു സെറമാണ് യൂസ് ചെയ്യുന്നത്, കാരണം എൻ്റെ ഫേസ് നിറയെ നല്ല രീതിയിൽ പോർസ് ഉണ്ട്. അപ്പോൾ പോർസൊക്കെ ഒന്ന് കുറച്ച് നേരത്തേക്ക് അടഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു സെറം ഇട്ടും. എനിക്ക് ഈ സെറം യൂസ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചൊക്കെ പോർസൊക്കെ അടയുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി എൻ്റെ കണ്ണിൻ്റെ ആണെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ പോൺസിൻ്റെ ഒരു BB ക്രീമാണ്. ഞാനന്ന് ഈ ഫൗണ്ടേഷൻ, കൺസീലർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. കാരണം എൻ്റെ സ്കിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവാണ്. എനിക്ക് എൻ്റെ സ്കിന്നിലിട്ടാലും എനിക്ക് റിയാക്ഷൻ അപ്പം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ ഈ പോൺസിൻ്റെ ഇതുവരെ എനിക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, ഈ പോൺസിൻ്റെ BB ക്രീം ഇട്ട് കഴിയുമ്പോൾ എൻ്റെ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ നല്ല രീതിയിൽ കവർ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കണ്ടില്ലേ, നിങ്ങൾ തന്നെ കണ്ടില്ലേ? അത്യാവശ്യം ഗ്ലോ ഒക്കെ വന്നില്ലേ? പിന്നെ ഞാൻ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. എനിക്ക് ത്രെഡ് ചെയ്യാനൊന്നെങ്കിൽ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ തട്ടിക്കുട്ടി എങ്ങനെയെങ്കിലും ഒന്ന് ഐബ്രോ ഒന്ന് എഴുതി സെറ്റാക്കി വെക്കുക. നല്ല രീതിയിൽ ഐബ്രോ പിടിച്ചല്ലേ, ഇപ്പോഴാണ് ഞാൻ കണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണൊക്കെ ഒന്ന് എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇൻസൈറ്റിൻ്റെ ഒരു ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഐലൈനർ എൻ്റെ പൊന്നെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മായ്ച്ച് കളയാൻ നല്ല പാടാണ്. എത്രയൊക്കെ ചെയ്താലും അത് പോകില്ല. പിന്നെ ഞാൻ ക്യാമറയിൽ നോക്കി കണ്ണൊക്കെ എഴുതാൻ പഠിച്ചു ഗൈസ്. കണ്ടു, ഞാൻ വാലിട്ട് കണ്ണൊക്കെ എഴുതുന്നത് ക്യാമറയിൽ നോക്കി. മാറ്റമുണ്ട്. എനിക്ക് മേക്കപ്പ് ചെയ്യുന്നത് ഏറ്റവും ഇഷ്ടം എൻ്റെ കണ്ണെഴുതുന്നതാണ്. പിന്നെ ഞാൻ ഉറങ്ങിക്കിടന്ന എൻ്റെ കൺപീലികളിൽ ഞാനൊന്ന് എണീപ്പിക്കാമെന്ന് തീരുമാനിച്ചു. ഞാനങ്ങനെ മസ്കാര ഇട്ട് കൊടുക്കുക. എല്ലാം എണീറ്റെന്നാണ് എൻ്റെ ഒരു ധാരണ. എണീറ്റിട്ടുണ്ട്, ഏറെക്കുറെയൊക്കെ എണീറ്റിട്ടുണ്ട്. എന്തോ ഒന്നും മറന്നല്ലോ. ഒരു റെഡ് പൊട്ട് വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം എൻ്റെ ഡ്രസ്സ് ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. റെഡ് മതി. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് കുറച്ചും കൂടെ ഡാർക്കനാക്കിയിട്ടുണ്ട്, എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോലെ. ഇതാണ് ഗൈസ് എൻ്റെ ഡ്രസ്സ്. നല്ല അടിപൊളിയായിട്ടില്ലേ? ഈ നെക്ക് പോർഷനൊക്കെ നോക്ക്. പിന്നെ എൻ്റെ കയ്യിലും സ്ലീവിലായിട്ട് കുറേ വർക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ഗോൾഡൻ ഇയറിങ്സ് ആയിട്ടത്, കാരണം നെക്കിന് ഒത്തിരി വർക്ക് ഉണ്ടായതുകൊണ്ട് സിമ്പിൾ ഇയറിങ്സ് ആയിരിക്കും നല്ലത്. പിന്നെ ഞാൻ ഹെയർ പോണിറ്റൈലാണ് കിട്ടിയത്. അതും നമ്മൾ ഫ്രീ ഹെയർ ഇടുകയാണെങ്കിൽ നെക്കിൻ്റെ ആ ഒരു വർക്ക് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇതാണ് ഗൈസ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് ഡ്രസ്സ്? എങ്ങനെയുണ്ട്? അപ്പോൾ ഓക്കെ, എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.